പരിശുദ്ധ കുർബാന നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന കൂദാശയാണ്. ഈശോയുടെ കൽപ്പന സഭ ആദികാലം മുതൽ ഇന്നുവരെ വിശ്വസ്തയോടെ ആചരിച്ചിട്ടുണ്ട്. ആദിമസഭ അനുദിനം ദേവാലയത്തിൽ പ്രാർത്ഥനകളിൽ ചെലവഴിച്ചു, വചന പ്രഘോഷണത്തിൽ ചെലവഴിച്ചു, സിനഗോഗുകളിൽ വചന ശ്രവണത്തിൽ ചെലവഴിച്ചു, പിന്നെ ഭവനം തോറും അപ്പം മുറിച്ചും ചെലവഴിച്ചു. പരിശുദ്ധ കുർബാനയുടെ 2 ഭാഗങ്ങൾ സുന്ദരമായി ആദിമസഭ ആചരിച്ചു. യഹൂദരായിരുന്ന അവര് ദേവാലയത്തിലും സിനഗോഗുകളിലും വചന പ്രഘോഷണ കർമ്മത്തിൽ പങ്കെടുത്തു. എന്നാൽ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ആഘോഷം അഥവാ സ്തോത്രയാഗ കർമ്മം അവർ ക്രൈസ്തവർ മാത്രം ഒന്നുചേർന്ന് ആചരിച്ചു. പരിശുദ്ധ കുർബാനയുടെ, അത് ഏത് റീത്തിലുമാകട്ടെ, പരിശുദ്ധ കുർബാനയുടെ മുഖ്യമായ ഭാഗങ്ങൾ ഇവയാണ്: വചന പ്രഘോഷണ കർമ്മവും സ്തോത്രയാഗ കർമ്മവും. പ്രവേശന ഗാനം മുതൽ വിശ്വാസികളുടെ പ്രാർത്ഥന ഉൾപ്പെടെ ഉള്ള ആ ഭാഗമാണ് വചന പ്രഘോഷണ കർമ്മം. കാഴ്ചവസ്തുക്കൾ ഒരുക്കം മുതൽ ആശീർവാദവും പറഞ്ഞുവിടൽ അല്ലെങ്കിൽ പിരിച്ചുവിടൽ, ആ ഭാഗം വരെ, നിങ്ങൾ പോകുവിൻ എന്ന് പറയുന്ന ഭാഗം വരെ ഉള്ളതാണ് സ്തോത്രയാഗ കർമ്മം. ലത്തീൻ കുർബാനയിൽ, ദിവ്യ ബലിയിൽ നമ്മൾ കേൾക്കുന്നതും ചൊല്ലുന്നതും അനുഷ്ഠിക്കുന്നതുമായ പ്രാർത്ഥനകളും ആംഗ്യവിക്ഷേപങ്ങളും ഒക്കെ എന്താണ് അവ അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, അവയുടെ ബൈബിൾ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ, അവയുടെയൊക്കെ സഭാ പാരമ്പര്യത്തിലെ ചരിത്രം മനസ്സിലാക്കിയാൽ, നമുക്ക് വളരെ ശ്രദ്ധയോടെ, വളരെ താല്പര്യത്തോടെ, അർത്ഥവത്തായി, അനുഭവപരമായി ദിവ്യബലിയിൽ പങ്കുചേരാൻ കഴിയും. ദിവ്യബലി നമ്മൾ കാണുകയല്ല കേട്ടോ, ദിവ്യബലി നമ്മൾ ചൊല്ലുകയല്ല കേട്ടോ, ദിവ്യബലി നമ്മൾ അർപ്പിക്കുകയാണ്. ഈശോ അർപ്പിച്ച ആ ബലി ഇതാ നമ്മുടെ കരങ്ങളിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രതിനിധിയായി വിശ്വാസി സമൂഹത്തിൻ്റെ അധ്യക്ഷനായ പുരോഹിതൻ, കാർമ്മികൻ അത് അർപ്പിക്കുന്നു. നമ്മളെല്ലാം നമ്മുടെ എല്ലാം പ്രതിനിധിയായി അർപ്പിക്കുന്നു. നമ്മുടെ രാജകീയ പൗരോഹിത്യം ദിവ്യബലി അർപ്പണത്തിന് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുള്ളത് മറക്കരുത്. ഞാനും നീയും ദിവ്യബലി അർപ്പിക്കുകയാണ്. ശരി, പരിശുദ്ധ കുർബാനയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. അതിനു മുൻപ് പ്രവേശന ഗാനം. പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ പ്രവേശന ഗാനത്തിനു മുന്നേ തന്നെ പള്ളിയിൽ ഉണ്ടായിരിക്കണം. 5-10 മിനിറ്റ് മുൻപ് ദേവാലയത്തിൽ വന്ന് ഈശോയുടെ ബലിയർപ്പണത്തിനായി നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. ഓടി വന്ന്, എപ്പോഴെങ്കിലും വന്ന്, അല്ലെങ്കിൽ വചന ശ്രവണത്തിന് തൊട്ട് മുന്നേ ഓടിയെത്തി, ഇനി അതിനുശേഷവും എത്തി ഒക്കെ ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന ആ ഒരു രീതി ഒഴിവാക്കേണ്ടതാണ്. ശരി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശു വരച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. ത്രിയേക ദൈവ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ബലിയർപ്പണം ആരംഭിക്കുന്നു. തുടക്കത്തിൽ അച്ഛൻ എല്ലാവരെയും അഭിവാദനം ചെയ്യുന്നു. കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇനി തൊട്ടു പിന്നാലെ അനുതാപ കർമ്മമാണ്. ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന ആർക്കും ആദ്യമായി ഉണ്ടാകുന്നത്, ദൈവം ഇതാ ഇവിടെ എന്ന ബോധ്യമുള്ള ആർക്കും, ദൈവസാന്നിധ്യ അവബോധമുള്ള ആർക്കും ആദ്യമായി ഉണ്ടാകുന്നത് അനുതാപമാണ്. പത്രോസ് പറഞ്ഞില്ലേ, കർത്താവേ എന്നിൽ നകന്നു പോകണമേ, ഞാൻ പാപിയാണ്. ഫരിസേയൻ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞില്ലേ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ കരുണയുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം പാപത്തെ ഓർത്ത് കർത്താവിനോട് മാപ്പപേക്ഷിക്കുന്നു. മാതാവിനോടും വിശുദ്ധരോടും കൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ഓരോ വിശ്വാസിയോടും പ്രാർത്ഥന യാചിച്ചുകൊണ്ട്, എത്ര സുന്ദരമാണത് അനുതാപ കർമ്മം. തൊട്ടു പിന്നാലെ കീരിയെ എലൈസോൺ, ക്രിസ്തെ എലൈസോൺ, കീരിയെ എലൈസോൺ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. അന്ധനായ യാചകനെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അന്ധനെ പോലെ നമ്മളും കർത്താവിനോട് പറയാം, കർത്താവെ ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ. കർത്താവിൻ്റെ കാരുണ്യത്തിനായുള്ള യാചന, അതിന് കർത്താവ് മറുപടി നൽകിയതാണ് ഈശോയുടെ ജനനം. അതുകൊണ്ട് ഗ്ലോറിയ, ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോയുടെ ജനന നിമിഷത്തിൽ മാലാഖമാർ പാടിയ ആ ഗീതം വെച്ചിട്ടാണ് സ്തോത്രഗീതം നമ്മൾ ആലപിക്കുന്നത്. അവിടെ ദൈവസ്തുതിയുടെ, നോക്കൂ, അനുതാപത്തിൽ കരച്ചിലാണെങ്കിൽ തൊട്ടു പിന്നാലെ ദൈവസ്തുതിയാണ്. കാരണം ഈശോയുടെ മനുഷ്യാവതാരം, ദിവ്യബലി മധ്യേ, ലത്തീൻ ദിവ്യബലി മധ്യേ ഈശോയുടെ ജനനം അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം നമുക്കറിയാം സമാഹരണ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ധ്യാനാത്മകമായ നിമിഷമാണ്. നിശബ്ദത ക്ഷണിക്കുന്നുണ്ട് കാർമികൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെയുള്ളത് പ്രാർത്ഥനയായിരുന്നു, സംശയമൊന്നുമില്ല, സ്തോത്രഗീതവും പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ഇവിടെ നിശബ്ദതയിലേക്ക് ക്ഷണിക്കുകയാണ്, നിയോഗങ്ങൾ സമാഹരിക്കാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ കളക്ട് അല്ലെങ്കിൽ സമാഹരണ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓരോ ദിവസത്തെയും സമാഹരണ പ്രാർത്ഥന പ്രോപ്പറാണ്, വ്യത്യസ്തത ഉള്ളതാണ്. വളരെ ചുരുക്കി, വളരെ ഹൃദ്യമായി, വളരെ ആഴമുള്ള പ്രാർത്ഥനയാണ് സമാഹരണ പ്രാർത്ഥന. പിതാവിന് പുത്രനിലൂടെ ആത്മാവിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതിനുശേഷം വചന പ്രഘോഷണ കർമ്മമാണ്. നോക്കൂ, ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ഒന്നാം വായന പഴയ നിയമത്തിൽ നിന്ന്, സങ്കീർത്തന ആലാപനം രണ്ടാം വായന പുതിയ നിയമത്തിൽ നിന്ന്, പിന്നെ ഹല്ലേലൂയ പ്രഘോഷണം, പിന്നെ സുവിശേഷ പ്രഘോഷണം. ഈ ഭാഗങ്ങൾ ഒന്നാമതായി നമ്മെ ക്ഷണിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സമഗ്രത തിരിച്ചറിയാനാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയണം. ഇക്കാലത്ത് ചിലരിലെങ്കിലും തെറ്റായൊരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട്. പഴയ നിയമം വലിയ അത്യാവശ്യമുള്ളതല്ല എന്നൊരു ചിന്താഗതി ചിലരെങ്കിലും കടത്തിവിടുന്നുണ്ട്. സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായ ഒരു ചിന്താഗതിയാണത്. വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 73 പുസ്തകങ്ങൾ, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വിശുദ്ധമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. രക്ഷാകര ചരിത്രം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അത് പ്രകാശിതമാണ്, ക്രമാനുഗതമായി. അതുകൊണ്ട് ആ ബന്ധം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് എനിക്കിവിടെ പറയാൻ തോന്നുന്നൊരു കാര്യം, സങ്കീർത്തനം ആലപിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും തിരുനാളുകളിലും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വായിക്കുന്നവർ
ലെക്ടേഴ്സ് ഉച്ചാരണശുദ്ധിയോടെ നേരത്തെ തന്നെ വായിച്ച് ഒരുങ്ങി വ്യക്തതയോടെ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ മൈക്കിനെ കുറിച്ചൊക്കെ ഒരു അവബോധം വേണം. അടുത്തു വെച്ച് അങ്ങനെ സുന്ദരമായി പ്രഘോഷിക്കാൻ അത് വായനക്കാർക്ക് സാധിക്കണം. നോക്കൂ, ഒന്നാം വായനയും സങ്കീർത്തന ആലാപനവും, രണ്ടാം വായനയും ഹല്ലേലൂയ പ്രഘോഷണവും അത് അൽമായർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ സുവിശേഷ വായനയും സുവിശേഷ പ്രഘോഷണവും അത് ഡീക്കൻ ഇല്ലെങ്കിൽ പുരോഹിതൻ. സുവിശേഷ പ്രഘോഷണം തീർച്ചയായിട്ടും പുരോഹിതർ ചെയ്യുന്നതാണ്. പക്ഷെ ഡീക്കൻ ഉണ്ടെങ്കിൽ സുവിശേഷ വായന ഡീക്കനാണ് ചെയ്യേണ്ടത്. ഡീക്കൻ ഇല്ലെങ്കിൽ പുരോഹിതൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണം, ഞായറാഴ്ചയിലും തിരുനാളുകളിലും സുവിശേഷ വചന പ്രഘോഷണം വേണമെന്നുള്ളത് സഭയുടെ നിഷ്കർഷയാണ്, നിബന്ധനയാണ്. ശരി, സുവിശേഷം ശ്രവിച്ച ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അതാണ് ഈ ഭാഗത്തിൻ്റെ സവിശേഷത. ദൈവം നമ്മോട് സംസാരിക്കുന്നു. അതിൽ പ്രത്യേകിച്ച് ആ സുവിശേഷം അത് ഈശോയാണ് സുവിശേഷം. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ പാടുന്നത്. ഉദ്ധിതനായ കർത്താവിനെ പ്രഘോഷിക്കുന്ന ഹല്ലേലൂയ. എല്ലാവരും ആ നേരത്തെ എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്ന് സുവിശേഷം ശ്രവിക്കാനായി എഴുന്നേറ്റ്, ഈശോ സംസാരിക്കുന്ന നിമിഷമാണ്. അതുകൊണ്ടാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇനി കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന ജനം തൊട്ടു പിന്നാലെ എന്താ ചെയ്യുന്നത്? വിശ്വാസ പ്രമാണമാണ്. അതായത്, ഞങ്ങളോട് സംസാരിച്ച കർത്താവേ, അങ്ങിലുള്ള ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു. ഒപ്പം അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിക്കുമെന്ന് ഇതാ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതാണ് വിശ്വാസ പ്രമാണം. 12 ആർട്ടിക്കിൾസാണ് വിശ്വാസ പ്രമാണത്തിലുള്ളത്. അത് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ വിശാലമായി ഈ ഓരോ ആർട്ടിക്കിളും എടുത്ത് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇനി അതിന് തൊട്ടു പിന്നാലെയാണ് വചനം ശ്രവിച്ച കർത്താവ് ജനത്തോട് പ്രഘോഷിക്കുന്നത് ശ്രവിച്ച ആ വിശ്വാസി സമൂഹം കർത്താവിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് പറഞ്ഞ വചനങ്ങളൊക്കെ പാലിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതാണ് വിശ്വാസികളുടെ പ്രാർത്ഥന. സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് മുഴുവനും വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള സമയം കൂടിയാണ്. പ്രിയപ്പെട്ടവർ, അതോടുകൂടി ഈ ആദ്യ ഭാഗം വചന വായനയുടെ അല്ലെങ്കിൽ വചന മുറിക്കലിൻ്റെ ആ ഭാഗം തീരുകയാണ്. ഇനിയോ സ്തോത്രയാഗ കർമ്മത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അത് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, കാഴ്ച വസ്തുക്കൾ ഒരുക്കുന്ന ആ കാഴ്ചവെപ്പ് ഭാഗം. 2, സ്തോത്രയാഗ പ്രാർത്ഥനയുടെ ഭാഗം. 3, അപ്പം മുറിക്കലിൻ്റെയും ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെയും ഭാഗം. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ ഒരു സ്തോത്രയാഗ കർമ്മത്തിനുള്ളത്. ഇതിൽ വളരെ പ്രത്യേകിച്ച് നമ്മൾ കാഴ്ചവെപ്പ്, വെറും കൈയോടെ ആരും എൻ്റെ മുൻപിൽ വരരുത്. പുറപ്പാട് പുസ്തകത്തിൽ, നിയമാവർത്തന ഗ്രന്ഥം 16:16, പ്രഭാഷകൻ 35:5 ആരും വെറും കൈയോടെ കർത്താവിൻ്റെ മുമ്പിൽ വരരുത്. നോക്കൂ, കാഴ്ചവെപ്പ് നിമിഷം എത്ര ഹൃദ്യമാണ്. കർത്താവ് നമുക്ക് തന്ന വസ്തുക്കൾ, അപ്പവും വീഞ്ഞും, മനുഷ്യൻ്റെ പ്രവൃത്തിയും അവിടെയുണ്ട്. അത് അപ്പമാക്കി മാറ്റാൻ, വീഞ്ഞാക്കി മാറ്റാൻ, ഇത് രണ്ടും ചേർന്ന് കർത്താവിന് നമ്മളത് തിരികെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ഇതിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഒപ്പം പ്രിയപ്പെട്ടവരെ, കാഴ്ചവെപ്പിൻ്റെ ആ നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും നമുക്കുള്ളത് സമർപ്പിക്കുകയും ചെയ്യുന്ന സമയം. അതുകൊണ്ടാണ് ആ സമയത്ത് ഈ നമ്മിൽ നിന്ന്
ഈ ഒരു ദാനം ലഭിക്കാനായിട്ട് ആ നേരത്ത് ഒരു സഞ്ചിയുമായിട്ട് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ കാഴ്ചവെപ്പിൻ്റെ ഭാഗവും കൂടിയാണ് അത്, ഓർക്കുക. ഇനി അതിനുശേഷം നമ്മൾ കാണുന്നത് ആമുഖ, അവിടെ ഓഫർട്രി പ്രെയർ ഉണ്ട്, അത് നൈവേദ്യ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ആമുഖ ഗീതിയാണ്. ഉണർവോട് ദൈവത്തെ സ്തുതിക്കാനായി, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാനായി, കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ, ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവിൻ. അപ്പം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് അവിടെ. ഞങ്ങൾ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുന്നു, കൃതജ്ഞത പ്രകാശിപ്പിക്കാം, ഉചിതവും ന്യായവും അത്രേ. പിന്നീട് കൃതജ്ഞതാ പ്രകാശനമാണ് ആ ആമുഖ ഗീതിയിലുള്ളത്. ആമുഖ ഗീതിക്കു ശേഷം സാങ്ക്തൂസ് സാങ്ക്തൂസ് സാങ്ക്തൂസ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശയ്യ 6:3, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യേശയ്യ പ്രവാചകനുണ്ടായ ദർശനത്തിൽ മാലാഖമാര് ദൈവത്തെ സ്തുതിക്കുന്ന ആ ഭാഗമാണ്. ഒപ്പം സൈന്യങ്ങളുടെ കർത്താവ്, കണ്ടോ, സ്വർഗീയ സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒപ്പം ഭൂമി മുഴുവൻ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഓസാന, അത്യുന്നതങ്ങളിൽ ഓസാന. സങ്കീർത്തനം 118:25. ഹോസാന എന്താ അർത്ഥം? പ്ലീസ് സേവ്. അത്യുന്നതങ്ങളിൽ ഓസാന, അത്യുന്നതങ്ങളിൽ പ്ലീസ് സേവ് എന്നോ. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കണമേ എന്നുള്ള അഭ്യർത്ഥന പിന്നീട് ജനം കടന്നു വരുന്ന തങ്ങളുടെ രക്ഷകരായി, മിശിഹായായി അവർ വിചാരിച്ച വ്യക്തികളെ സ്വീകരിക്കാനായി ഹൊഷിയാന എന്ന മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. അതാണ് ഹൊഷിയാന, അത്യുന്നതങ്ങളിൽ ഹോസാന. അർത്ഥം എന്താ? ഉയരട്ടങ്ങനെ ഉയരട്ടെ എന്നല്ലേ നമ്മൾ മുദ്രാവാക്യം പറയുന്നത്. കടന്നു വരുന്നവനെ സ്വീകരിക്കാനായി ഉച്ചത്തിൽ സ്തുതിക്കുവിൻ, മുദ്രാവാക്യം മുഴക്കുവിൻ. അതാണ് അത്യുന്നതങ്ങളിൽ ഹോസാന. ഓർക്കണം, ജെറൂസലമിലെ ജനം ഈശോ ജെറൂസലമിലേക്ക് കടന്നു വന്നപ്പോൾ ഹോസാന ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. സങ്കീർത്തനം 118:25-26 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിനെ അവർ ക്ഷണിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആമുഖ ഗീതിക്ക് ശേഷം സ്തോത്രയാഗ ആ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുൻപ് എന്തുകൊണ്ടാണ് ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നമ്മൾ പാടുന്നത്? ആൾത്താരയിലേക്ക് ഈശോ കടന്നു വരികയാണ്. ജെറൂസലേമിലേക്ക് കടന്നു വന്ന അതേ കർത്താവ് ആൾത്താരയിലേക്ക് കടന്നു വരികയാണ്. അപ്പവും വീഞ്ഞും തൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ് ഈശോയുടെ രക്തവും ശരീരവുമാക്കി മാറ്റുന്ന ആ നിമിഷം ജെറൂസലേമിലേക്ക് ഈശോ കടന്നു വന്ന അതേ അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോവുകയാണ്. തൊട്ടു പിന്നാലെ നമ്മൾ സ്തോത്രയാഗ പ്രാർത്ഥന നമ്മൾ നടത്തുകയാണ്. ഓർക്കണം, സുന്ദരമായ ഭാഗമാണ്. അവിടെ എപ്പിക്ലേസിസ് ഉണ്ട്, റൂഹാക്ഷണം, പരിശുദ്ധാത്മ ക്ഷണമുണ്ട്. പരിശുദ്ധാത്മാവാണ് അപ്പത്തെയും വീഞ്ഞിനെയും ഈശോയുടെ ശരീരവും രക്തവുമായി പകർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിക്ലേസിസ് ഓർക്കണം, തൊട്ടു പിന്നാലെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേലുമുണ്ട്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒന്നായി തീർക്കുമാറാകട്ടെ. എപ്പിക്ലേസിസിന്റെ സമയമാണ്. ഇനി ഈശോയുടെ ആ പ്രതിഷ്ഠാപന വചനങ്ങൾ, ഈശോയുടെ ആ കർമ്മം, അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് പാപമോചനത്തിനായി എല്ലാവർക്കുമായി നൽകപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ പാനപാത്രമാകുന്നു. നിങ്ങൾ വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത്
നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ ശരീരം എടുത്തുയർത്തുന്നു. ആരാധനയുടെ നിമിഷങ്ങളാണ്. എല്ലാവരും ആരാധനയുടെ നിമിഷങ്ങൾ. ഈശോയുടെ തിരുരക്തമുയർത്തുന്നു. ആരാധനയുടെ നിമിഷങ്ങൾ. പ്രത്യേകിച്ച് നിശബ്ദതയോടെ ആരാധിക്കാൻ ശ്രദ്ധിക്കേണ്ട നിമിഷങ്ങളാണിതൊക്കെ. ഇനി വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൻ്റെ പ്രഖ്യാപനം, അനംനേസിസ്. ഈശോയുടെ പരിശുദ്ധ രഹസ്യങ്ങൾ, പെസഹ രഹസ്യങ്ങൾ, ഈശോയുടെ പീഡാ, സഹന, മരണ, ഉത്ഥാനങ്ങൾ പ്രഘോഷിക്കുന്നു. ഒപ്പം അവിടുന്ന് വീണ്ടും വരും എന്ന മഹത്തായ സഭയുടെ വിശ്വാസം, സഭയുടെ കാത്തിരിപ്പ്, അതുകൂടി അവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ നമുക്കറിയാം, അവിടെ ആ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗത്ത് സുന്ദരമായ സാർവത്രിക സഭയുടെ പ്രാർത്ഥന അവിടെ വരികയാണ്. അത് സമരസഭ, വിജയസഭ, സഹനസഭ, സമ്പൂർണ്ണ സഭയെയും ഉൾപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. പുണ്യവാന്മാരുടെ ഐക്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗ പ്രാർത്ഥന മുഖ്യമായും 4 കാനനുകളാണ് ലത്തീൻ ആരാധന ക്രമത്തിൽ ഉള്ളത്. 1-ാം കാനൻ റോമൻ കാനൻ എന്നറിയപ്പെടുന്നു. അവിടെ പിതാവായ ദൈവത്തെ ഫോക്കസ് ചെയ്തുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു അകലെയുള്ള ദൈവം എന്ന ഫോക്കസ് അവിടെ ശക്തമാണ്. 2, റോമാ സഭയിലെ വിശുദ്ധരെയും രക്തസാക്ഷികളെയും ശക്തമായി അനുസ്മരിക്കുന്ന ഒന്നാണ് റോമൻ കാനൻ. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും റോമൻ കാനൻ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് സഭ പറയുന്നു. ഇനി 2-ാമത്തെ കാനൻ, സ്തോത്രയാഗ പ്രാർത്ഥന, 2-ാമത്തേത് വളരെ ചെറുതാണ്, വളരെ ഹൃദ്യമാണ്. അത് ഹിപ്പോളിറ്റസിൻ്റെ AD 250 പ്രാർത്ഥനയായിട്ടാണ് കരുതപ്പെടുന്നത്. വിശുദ്ധ ഹിപ്പോളിറ്റസിൻ്റെ പ്രാർത്ഥന. അവിടുത്തെ ഫോക്കസ് 1-ാം കാനനിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താ ഫോക്കസ്? ഈശോയുടെ മനുഷ്യാവതാരമാണ്, കൂടെയുള്ള ദൈവം. 1-ാം കാനനിൽ അകലെയുള്ള ദൈവം, ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള ഭയവും ആദരവും ഒക്കെയാണ് അവിടെയെങ്കിൽ, ഇവിടെ കൂടെയുള്ള ദൈവം, ഇൻകാർണേഷനാണ് ഫോക്കസ്. എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് മഞ്ഞുകണം പോലെ, അതീവ സുന്ദരമാണത്. പുറപ്പാട് പുസ്തകത്തിൽ മന്ന പൊഴിയുന്നത് മഞ്ഞു വീണതിന് ശേഷമാണ്, ആ മഞ്ഞുരുകിയതിന് ശേഷമാണ് അവർ മന്ന കണ്ടെത്തുന്നത്. കണ്ടോ? മഞ്ഞ വീണു, ആ മഞ്ഞുരുകി, അപ്പോൾ അവർക്ക് മന്ന കാണാൻ കഴിയും. മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണേ. അങ്ങനെയാണ് ആ പവിത്രമാക്കപ്പെട്ട ആ കാണിക്കളാണ് പിന്നെ മന്നയായി നമ്മൾ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി 3-ാം കാനൻ, ഇടദിവസങ്ങളിൽ 2-ാം കാനൻ ചൊല്ലാം. ഞായറാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും 1-ാം കാനനോ 3-ാം കാനനോ ചൊല്ലണം എന്നതാണ് സഭ നിഷ്കർഷിക്കുന്നത്. 3-ാം കാനൻ്റെ പ്രത്യേകത അത് സഭാ ഫോക്കസ് ഉള്ള ഒന്നാണെന്നാണ്. അവിടെയാണ് ഒരു യൂണിവേഴ്സലിസം ഉണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായൊരു ജനത്തെ ഒന്നിച്ചു ചേർക്കുന്നതിന്. കണ്ടോ? വളരെ സുന്ദരമാണ്, വളരെ സുന്ദരമാണ്. പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയൊക്കെയുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ 3-ാം കാനൻ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പുരോഹിതർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 4-ാം കാനൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ ട്രഡീഷനിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണത്. പൗരസ്ത്യ പാരമ്പര്യത്തിലെ മഹാനായ വിശുദ്ധ ബേസിലിൻ്റെ പ്രാർത്ഥനയെ സുന്ദരമായി ലത്തീൻ കുർബാനയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നതാണത്.
അവിടെ രക്ഷാകര കർമ്മത്തിൻ്റെ ആ മൊത്തം കാര്യങ്ങൾ, അത് സാൽവേഷൻ ഹിസ്റ്ററി മൊത്തം അതിൽ നമുക്ക് കാണാൻ കഴിയും. ക്രിയേഷൻ, പിന്നെ സിൻ, പാപം, അപ്പോൾ സൃഷ്ടി, പാപം, കവനന്റുകൾ, ഉടമ്പടികൾ, പിന്നെയോ ഇൻകാർണേഷൻ, ഈശോയുടെ മനുഷ്യാവതാരം. അപ്പോൾ ഇതെല്ലാം അവിടെ അനുസ്മരിക്കുന്നുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ ഭാഷ പൊയറ്റിക്കലാണ്. അത് വളരെ ഒരു കാവ്യാത്മകമായ ഒന്നാണ്. സുന്ദരമാണ്, അതിസുന്ദരമാണ് 4ാമത്തെ കാനൻ. പക്ഷേ 4ാമത്തെ കാനൻ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ആമുഖ ഗീതി ചേർത്ത് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇനി അതുകൂടാതെ നിങ്ങൾക്കറിയാം അനുരഞ്ജനത്തിൻ്റെ കാനനുണ്ട്. പ്രത്യേകിച്ചുള്ള കാനനൊക്കെ നമ്മുടെ ലത്തീൻ മിസാലിൽ, റോമൻ മിസാലിൽ കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പം ഞാൻ ഇവിടെ ആ കാനനുകളെക്കുറിച്ച് ഒന്ന് പറയുകയായിരുന്നു. അത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിസുന്ദരമായ ഡോക്സോളജിയാണ്. ഡോക്സോളജി, Through him, with him and in him, in the unity of the Holy Spirit, all glory and honor is yours, Almighty Father, forever and ever. വളരെ സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. പിതാവിന് ആരാധനയർപ്പിക്കുന്ന നിമിഷമാണ്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞല്ലോ, പിതാവ് യഥാർത്ഥ ആരാധകരെ അന്വേഷിക്കുന്നു. ആരാണ് യഥാർത്ഥ ആരാധകര്? ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ നേരത്തുള്ള ഡോക്സോളജി യഥാർത്ഥ ആരാധനയുടെ അതിസുന്ദരമായ പ്രതിഫലനമാണ്. പിതാവിനെ സത്യം തന്നെയായ പുത്രനിലൂടെ ആരാധിക്കുന്നു, പിതാവിനെ ആത്മാവിൽ ആരാധിക്കുന്നു, പരിശുദ്ധ ആത്മാവിൽ ആരാധിക്കുന്നു. അതുകൊണ്ട് വളരെ സുന്ദരമായ ആ ഡോക്സോളജി സത്യത്തിലും ആത്മാവിലും ആരാധനയാണ്, പിതാവിന് ആരാധന അർപ്പിക്കുന്നതാണെന്ന് ഓർക്കുക. അതിനുശേഷം നോക്കൂ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ പുരോഹിതൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. കാരണം എന്താ? ഈശോയുടെ പെസഹ രഹസ്യങ്ങളിലൂടെ അവിടുന്ന് ചെയ്തത് എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണ്. പിതാവിൻ്റെ മക്കളാക്കി എല്ലാവരെയും മാറ്റി. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ധൈര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് മുതിരുന്നു എന്നാ പറയുന്നത്, ധൈര്യപ്പെടുന്നു എന്നാ പറയുന്നത്. ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ് ആ ധൈര്യത്തിന് പിന്നിലുള്ളത് എന്നോർക്കുക. പ്രിയപ്പെട്ടവരെ, സഭ ഒന്നായി പ്രാർത്ഥിക്കുന്നു, സംശയമില്ല. പക്ഷെ ഓർക്കണം, ലോകത്തിലെ സകല മനുഷ്യരെയും ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ പുരോഹിതൻ മാത്രമാണ് കൈകൾ ഉയർത്തുന്നത് എന്ന് മറക്കരുത്. വിശ്വാസി സമൂഹം കൈകൾ കൂപ്പിക്കൊണ്ടാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ആ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൊട്ടുവരുന്ന ഭാഗത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അത്ര അവബോധം ഉള്ളവരല്ല. എംബോളിസം എന്നാണ് ആ ഭാഗത്തെ വിളിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ മുക്തി പ്രാർത്ഥന. കുറച്ചും കൂടി ഇന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഡെലിവറൻസ്, പ്രെയർ ഓഫ് ഡെലിവറൻസിൻ്റെ സുന്ദരമായ ഭാഗമാണ് അത് എന്നോർക്കുക. സാത്താനിൽ നിന്ന് രക്ഷയ്ക്കുള്ള പ്രത്യേക പ്രാർത്ഥനയാണത്. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിയുമ്പോൾ തൊട്ടു പിന്നാലെ ഈ ഒരു ഭാഗം വരുന്നത് അതിൻ്റെ അവസാന ഭാഗത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ്. തിന്മയിൽ രക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 3 കാര്യങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട്. 1, ഈവിൾ, തിന്മ. ആത്മീയമായും ശാരീരികമായും നമുക്ക് വരാവുന്ന ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥന. 2, പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. അത് ധാർമ്മികമായ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ്. 3, അസ്വസ്ഥതകളിൽ നിന്ന്, ആശങ്കകളിൽ നിന്ന്
രക്ഷിക്കണമേ എന്നാണ്. അത് മാനസികമായ വൈകാരികമായ മേഖലകളിൽ ഉണ്ടാകാവുന്ന വീഴ്ചകളിൽ നിന്നാണ്. അതുകൊണ്ട് ആ മുക്തി പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, അതിന് മറുപടിയായി ജനം കർത്താവിനോട് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. അർത്ഥം എന്താണ്? സാത്താൻ ഒന്നുമല്ല എന്നാണ്. എല്ലാ അധികാരവും അങ്ങയുടേതാണ്. ദൈവത്തിൻ്റെ അധികാരത്തിന് മുന്നിൽ സാത്താനെ, എതിരാളിയെ ദൈവജനം ഒന്നു ചേർന്ന് തള്ളിപ്പറയുന്ന സുന്ദരമായ നിമിഷമാണ്. അതിനുശേഷം സമാധാന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, പൗരസ്ത്യ സഭകളിൽ സമാധാനം ആശംസ നൽകുന്നത് കാഴ്ചവെപ്പിന് മുൻപാണ്. കാരണം എന്താ? അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അതായത്, നിങ്ങൾക്ക് നിങ്ങളോട് ആർക്കെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ, അങ്ങനെയാണ്, നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും കെറുവുണ്ടെങ്കിൽ അവിടെ വെച്ച് കാഴ്ചവസ്തു വെച്ച് പോയി രമ്യതപ്പെട്ടിട്ട് വന്ന് അർപ്പിക്കുക. ആ ഒരു കൺസെപ്റ്റാണ് അവിടെയുള്ളത്. എന്നാൽ ഇവിടെ അതല്ല. ലത്തീൻ ദിവ്യബലിയിൽ ആരാധനക്രമത്തിൽ വളരെ വ്യക്തമായും വലിയൊരു കാഴ്ചപ്പാടുണ്ട്. സമാധാനം ആ കൂടി നിൽക്കുന്നവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഏർപ്പാടല്ല, അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന സമാധാനമാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യമാണ് സൂചന. എന്ന് മാത്രമല്ല, ഈശോ കൽപ്പിച്ചത് നമ്മൾ അവിടെ അനുഷ്ഠിക്കുകയാണ്. എന്താണ് ഈശോ കൽപ്പിച്ചത്? നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. അപ്പോൾ നോക്കുക, സമാധാന ആശംസ അതിസുന്ദരമാണ്. ഇനി അതിനുശേഷം വളരെ വ്യക്തമായും അച്ഛൻ, കർത്താവ് നിങ്ങളോടുകൂടിയാന്നാ പറയുന്നത്. അർത്ഥം എന്താ? സമാധാന രാജാവായ കർത്താവ് നിങ്ങളോടുകൂടെ, പ്രിൻസ് ഓഫ് പീസ്. യേശയ്യാ 9:6 സൂചന. പ്രിൻസ് ഓഫ് പീസ്, കർത്താവ് നിങ്ങളോടുകൂടെ. ഒപ്പം ഉദ്ധിതനായ കർത്താവ്, നിങ്ങൾക്കു സമാധാനം എന്ന് പറഞ്ഞ ഉദ്ധിതനായ കർത്താവ് നിങ്ങളോടുകൂടെ. സമാധാനം അവിടെ നിന്നാണ് വരുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഈശോയുടെ സമാധാനം പരസ്പരം ആശംസിക്കുവിൻ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് അലങ്കോലത്തിനുള്ള സമയമല്ല. അത് തൊട്ടടുത്തു നിൽക്കുന്നയാൾക്ക് വലത്തേക്കും ഇടത്തേക്കും, മുമ്പിലുള്ളയാൾക്കും പിൻപിലുള്ളയാൾക്കും സമാധാനം കൊടുക്കുക. ഓടി നടന്ന് സമാധാനം കൊടുക്കുന്ന ഏർപ്പാട് ഇവിടെ സഭ ആഗ്രഹിക്കുന്നില്ല. അത് പാടില്ല എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ബലിയർപ്പിക്കുന്ന പുരോഹിതൻ അൾത്താരയിൽ നിന്ന് താഴേക്കിറങ്ങി വരികയോ ജനത്തിൻ്റെ ഇടയിൽ ഓടി നടന്ന് അങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. അത് പാടില്ല എന്ന് കൃത്യമായി സഭ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ സമാധാന പ്രാർത്ഥന, അതിന് തൊട്ടു പിന്നാലെ അപ്പം മുറിക്കൽ നമ്മൾ കാണുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഞങ്ങളിൽ കനിയണമെന്നുള്ള പ്രാർത്ഥന. അതിനുശേഷം അപ്പം മുറിക്കൽ ശുശ്രൂഷ. അവിടെ പ്രത്യേകിച്ച് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നോക്കണം, യോഹന്നാൻ 1:23 യോഹന്നാൻ പറഞ്ഞ വാക്യമാണ്. അതിന് മറുപടി എന്താ പറയുന്നത്? ശതാധിപൻ പറഞ്ഞ വാക്യമാണ്. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അതിനുശേഷം ആ മനസ്സോടുകൂടിയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ പോകുന്നത്. അല്ലാതെ വിജയി ട്രോഫി വാങ്ങാൻ പോകുന്നത് പോലെയല്ല. മറിച്ച്, കർത്താവെ, ഞാൻ യോഗ്യനല്ല, അങ്ങ് എന്നെ വിശുദ്ധീകരിക്കണം. മലങ്കര കുർബാനയിൽ കർത്താവിൻ്റെ തീക്കട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ കുർബാന നൽകപ്പെടുന്നതെന്ന് ഓർക്കുക. വിശുദ്ധീകരിക്കണമേ കർത്താവെ എന്ന പ്രാർത്ഥനയോട് ധ്യാനാത്മകമായി. ഇനി അതിനുശേഷം ദിവ്യഭോജന പ്രാർത്ഥനയുണ്ട്, അനന്തര പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം ബ്ലെസ്സിങ്, പിന്നെ പറഞ്ഞുവിടലാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞുവിടൽ, അച്ഛൻ പറഞ്ഞില്ലെങ്കിലും പോകാൻ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എന്താണ് ആ പറഞ്ഞുവിടലിൻ്റെ അർത്ഥം? പൊറുവസ്തെ ഗോ മിഷൻ. ഈശോയെ സ്വീകരിച്ച്
സുവിശേഷം പ്രഘോഷിക്കാൻ, ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ, അധരങ്ങൾ കൊണ്ട് പ്രഘോഷിക്കാൻ, കാരുണ്യത്തിലൂടെ പ്രഘോഷിക്കാൻ നിങ്ങൾ പോകും. ദിവ്യപൂജ സമാപിച്ചു. കുർബാന, അൾത്താരയിലെ കുർബാന ഇവിടെ തീർന്നു. ഇനി അനുദിന ജീവിതത്തിൽ ഈ കുർബാനയുടെ എക്സ്റ്റൻഷൻ ഉണ്ടാവട്ടെ എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ അനുഭവപരമായ ഒരു ദിവ്യബലി നിരന്തരം അർപ്പിക്കാൻ ഉള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം.